സ്വാഭാവികമായിട്ടും ഇഡിയുടെ നടപടികൾ എല്ലാം ഇങ്ങനെ തന്നെയല്ലേ, ആർക്കെതിരെയായാലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന. അതെ, അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ആക്ഷേപമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗമായിട്ട് റെയ്ഡ് നടത്താൻ കാര്യം നടത്താം. പക്ഷേ കുടുംബാംഗങ്ങളെ ഇപ്പോൾ അച്ഛനും അമ്മയും തടഞ്ഞു വെച്ചിട്ട് റെയ്ഡ് നടത്തേണ്ട കുട്ടി അവിടെ ഈ പറയുന്ന 15 വയസ്സ് താഴെയുള്ള കുട്ടി അതിൻ്റെ അകത്തുണ്ട്. ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ മനുഷ്യാവകാശങ്ങളൊന്നും ഇല്ലേ? ആ കുട്ടിക്ക് ബാലാവകാശം ഇല്ലേ? ആ കുട്ടിയെ തടഞ്ഞു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ റെയ്ഡ് നടത്തുന്നത്? അത് ശരിയായ രീതിയാണോ? ഇതൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. ബിനീഷിനെതിരെയുള്ള കേസ് വന്നപ്പോൾ അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ കേസാണ്, പാർട്ടിക്ക് അതിൽ റോളില്ല എന്ന നിലപാടാണ്. പക്ഷേ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസ് വന്നപ്പോൾ അതിനെ എല്ലാം മറന്ന് CPM നേരിട്ട് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്നതാണ് കാണുന്നത്. ഇത് ഇരട്ടത്തപ്പാണ് എന്നുള്ള വിമർശനം പലരും ഉന്നയിക്കുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടിയാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി എന്നുള്ളതിലുപരി എൻ്റെ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ആ സഖാവിൻ്റെ എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ സഖാവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ആ നീക്കം എന്ന് പറയുന്നത് പാർട്ടി എന്നുള്ളതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിനെ സംസാരിക്കാനും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ എനിക്കെന്ത് നൽകിയില്ല എന്ന് നോക്കിയിട്ടല്ല ഞാനൊരു നിലപാട് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാനും പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ശക്തമായിട്ട് ആ പ്രതിരോധം തീർക്കാൻ വേണ്ടി എന്താണോ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അതിൻ്റെ മുന്നിൽ നിൽക്കും. താങ്കൾക്കെതിരെ നടപടി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന നിലയിൽ കൂടിയാണ് എന്ന് കരുതേണ്ടി വരുമല്ലോ. എന്തുകൊണ്ട് ആ തലത്തിലുള്ള ഒരു പിന്തുണ അന്ന് താങ്കൾക്ക് ലഭിച്ചില്ല? അതൊരു ചോദ്യമല്ലേ? അല്ല, അത് ഞാൻ അല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. ഇപ്പോൾ ഞാൻ അത്തരത്തിൽ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഒരു വ്യക്തി ഞാനല്ലല്ലോ, അത് പാർട്ടിയാണല്ലോ പറയേണ്ടത്. ആ പാർട്ടി ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പാർട്ടി അത് വ്യക്തമാക്കും. ഞാൻ അതിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് ഞാൻ എത്തുന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണ്. പിണറായി സാഹിബിൻ്റെ പേരിൽ ഒരു കേസുമില്ല. അങ്ങനെയുള്ള ആളെ ഈ വീട്ടിൻ്റെ അകത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് റെയ്ഡ് നടത്തുമ്പോൾ അത് എത്തരത്തിലേക്കാണ് പൊതുസമൂഹത്തിൽ വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളതിൻ്റെ നല്ല രാഷ്ട്രീയ ബോധം CPM-നുണ്ടല്ലോ. ആ ഭാഗത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഈ റെയ്ഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകളൊക്കെ തടഞ്ഞു നിർത്തി ഇതിനകത്ത് അനുവദിക്കില്ല എന്നുള്ള നിലപാടൊന്നുമല്ലല്ലോ CPM എടുത്തുള്ളത്. CPM എടുത്ത് റെയ്ഡ് നടത്തിക്കോട്ടെ, റെയ്ഡിന് എന്താണോ വരുന്നത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ കേസിൽ പ്രതിയല്ലാത്ത ഒരാൾ, കേസിലില്ലാത്ത ഒരാൾ ആ അച്ഛനെയും അമ്മയെയും കുട്ടിയെയും തടഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ റെയ്ഡ് നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് നിലപാട്. ഈ റെയ്ഡ് ആരംഭിച്ചിട്ട് 4 മണിക്കൂർ പിന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നോ ഇഡിയിൽ നിന്നോ ലഭിക്കുന്നുണ്ട്? പാർട്ടിക്കോ മറ്ററിഞ്ഞോ? ഇഡിയുടെ വിവരം എങ്ങനെയാണ് പാർട്ടിക്ക് ലഭിക്കുക? അല്ല, അത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ ആണ് പറയേണ്ടത്. അതിനെക്കുറിച്ച് എനിക്കുമില്ല. ഞാൻ ഈ കുടുംബമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എല്ലാ പാർട്ടി കുടുംബങ്ങളും എപ്പോഴും എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതാണ്. എല്ലാ പാർട്ടി കുടുംബങ്ങളും ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. ഞാൻ ഒന്നിച്ചാണ് നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ്